ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടയിലേക്ക് കിട്ടുന്ന ആ ഒരു നല്ല ചായ ഉണ്ടല്ലോ, കുറച്ച് കടുപ്പൊക്കെ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ചായ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർ കുറേ പേരുണ്ടാവും. കുക്കിംഗ് ഒക്കെ പഠിച്ച് വരുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഒരു ചായയുടെ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഇന്ന് 2 ഗ്ലാസ് നമ്മുടെ സാധാ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലേക്ക് 2 ഗ്ലാസ് ചായയുടെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ഗ്ലാസ് പാല് നമുക്ക് എടുക്കാം. സാധാരണ നമ്മൾ മിൽമ പാക്കറ്റ് പാലുണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു ഗ്ലാസ്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ചായ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ കപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചായ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. മസാല ചായ ഉണ്ടാക്കും, അല്ലാതെ നമ്മൾ വെള്ളവും പാലും ഒരുമിച്ച് ഒഴിച്ചുണ്ടാക്കും. അങ്ങനെ പലരും പല രീതിയിലാണ് ചായ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചായ ഭയങ്കര ഫേവറേറ്റ് ഒക്കെ ആയിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ പാലിതേ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോഴേക്കും പാല് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആവും. അപ്പോഴാണ് നല്ല രസം ഉണ്ടാവും കേട്ടോ കുടിക്കാൻ. അപ്പോൾ എന്തായാലും നമ്മളിത് കുറച്ചും കൂടെ 2-3 തിളയും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒന്നും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് അത്രയ്ക്ക് മതി. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതേ പാനിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാത്രത്തിലായിട്ട് പാലും വെള്ളവും വേറെ വേറെ ആയിട്ട് തിളപ്പിക്കാം. ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് 2 പാത്രത്തും കഴുകണ്ടല്ലോ, ഇതാകുമ്പോൾ സിമ്പിളായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മധുരം ഇടാണ്ട് കുടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചായപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയം കടുപ്പൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുന്ന അളവിൽ തന്നെ എടുത്താൽ മതി. 1 ടീസ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കടുപ്പം ഉണ്ടാവും. ചില ആൾക്കാർക്ക് കടുപ്പം നല്ല കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണം ഇത്രയും കൂടെ ചേർക്കാം. ഇത്രയും കടുപ്പം വേണമെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഒരു മീഡിയം കടുപ്പത്തിലാണ് ചായ വെക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ആ തേയിലേൻ്റെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോഴേ ചായ നല്ല കടുപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ചായ വെക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. തിളച്ച് 1 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ ആ ചൂടുള്ള പാലുണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചായപ്പൊടീൻ്റെ ഇതിലേക്ക് പച്ച പാലൊഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു നോർമൽ ചായ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം 2 വട്ടം ഒന്ന് ആറ്റിയെടുക്കാം. നമ്മൾ ചായക്കടയിലൊക്കെ കാണാറില്ലേ, ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുക്കുന്നത്. അതൊരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ആറ്റിയെടുക്കുക. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പതയൊക്കെ കിട്ടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക ചായക്ക്. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യാം. ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ക്യാമറയിൽ കുറച്ച് ചായ പോയി. പിന്നെ എനിക്കത് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ചായ. ചായ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചായയുടെ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.